നാട്ടാകെ ഓണാഘോഷത്തിന്റെ നിറവിലാണ്. നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഒരു ഓണസദ്യക്ക് ആവശ്യമായ പലതരം വൈവിധ്യങ്ങളായ ഭക്ഷണ സാധനങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇന്ന് നമ്മൾ ഒരു വ്യത്യസ്തമായ ഒരു ഭക്ഷണമാണല്ലോ ഉണ്ടാക്കാൻ പോകുന്നത്. അതായത് തെക്കൻ കേരളത്തിലുള്ളവർക്ക് കേട്ടാൽ പെട്ടെന്ന് ഒരു അതിശയം തോന്നും. പക്ഷെ എന്നാൽ വടക്കൻ കേരളത്തിലോട്ടൊക്കെ പോയാൽ അവർക്ക് ഇത് ഒഴിച്ചുകൂടാനാവാത്തൊരു വിഭവമാണ്. എന്തായാലും എന്താണ് വിഭവം എന്ന് പറയുന്നതിന് മുന്നേ നമുക്ക് എല്ലാവരും സ്വാഗതം ചെയ്യല്ലേ. അപ്പോൾ രുചി ഓണത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഒരു കുറച്ച് സാധാരണ എല്ലാവരും വെജിറ്റേറിയൻ സദ്യയാണെങ്കിൽ ഇന്ന് നമ്മൾ അതിൻ്റെ കൂട്ടത്തിൽ ഒരു ചെറിയ നോൺ വെജിലോട്ട് പോവുകയാണ്. ഇതാണ് ഞാൻ പറഞ്ഞത്, തെക്കൻ കേരളക്കാരൊന്നും ഞെട്ടും. കാരണം നമ്മുടെ ആ ഒരു ഭാഗത്തേക്ക് ഓണ സദ്യയിൽ ആരും നോൺ വെജ് യൂസ് ചെയ്യാറ്. പക്ഷെ വടക്കൻ കേരളത്തിലോട്ടാണ് ഇത് മസ്റ്റ് ആയിട്ടുള്ള ഒരു ഐറ്റം ആയിട്ടുള്ളത്. ഈ ഐറ്റത്തിന് പേരെന്താണ്? നമ്മുടെ ഫിഷ് മീൻ പൊരിച്ചു പുരട്ടിയത്. മീൻ പൊരിച്ചു പുരട്ടിയത് ഞാൻ ആദ്യമായിട്ട് കേട്ടോ. അത് പൊരിച്ചു പുരട്ടിയത്. അതെ, അപ്പൊ നമുക്ക് തുടങ്ങിയാലോ? ഓക്കെ, നമുക്ക് തുടങ്ങാം. കുറച്ച് മുളക് പൊടി, ഓക്കെ, പിന്നെ ഒരു കുറച്ച് ടെർമറിക് പൗഡർ ഇട്ടു, കുറച്ച് മല്ലിപ്പൊടി ഇട്ടു, കുറച്ച് ഉപ്പിട്ടു, പിന്നെ ഒരു കുറച്ച് കുരുമുളക് പൊടി ഇട്ടു, ഒരു കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒക്കെ, ഇത് രണ്ടും കൂടെ പേസ്റ്റ് ചെയ്താണ് അതിട്ടു. നമ്മുടെ വിനീഗർ ഒരു കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുത്തു. അതിൻ്റെ അത് നമ്മളൊരു കുറച്ച് ഓയിൽ. നമുക്കിനി ഫിഷ് ആഡ് ചെയ്യാം. നമ്മളിത് വെച്ചു. അപ്പം ഇത് റെഡിയാണ്. നമുക്ക് എന്നിട്ട് ഇനി സൈഡിലേക്ക് വെക്കാം. പൊരിച്ച് പുരട്ടുണ്ടല്ലോ, ആ പുരട്ടാണ് നമ്മൾ ഉണ്ടാക്കാൻ പോണേ. അതെ, അതിൻ്റെ അകത്ത് നമ്മൾ ആദ്യം എടുക്കുന്നത് മുമ്പെടുത്ത പോലെ തന്നെ കോക്കനട്ട് നല്ല ചേർത്തിയത്. അതെ, അതെ, മഞ്ഞപ്പൊടി, കുറച്ച് മുളക് പൊടി, പിന്നെ ഒരു പച്ചമുളക്, കുറച്ച് ഗാർലിക്ക്, 2-3 ക്ലോസ് ഇട്ടാൽ മതി. പിന്നെ നമ്മുടെ ചെറിയുള്ളി, കുരുമുളക് പൊടി, പിന്നെ നമ്മുടെ ഒരു 2-3 പീസ് ജിഞ്ചർ, പിന്നെ കുറച്ച് പെരിഞ്ചീരകം, പിന്നെ നമ്മൾ കുറച്ചൊരു ഇത്രയും സാധനങ്ങൾ ഇട്ടിട്ട് ഇനി ഇവനെ നല്ലപോലെ ഒന്ന് അരച്ചെടുത്ത് കഴിഞ്ഞാൽ ഇതിനുള്ള മസാല റെഡിയാവും. അപ്പോൾ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള വേണ്ടിയിട്ടുള്ള മസാല ഇതെല്ലാം റെഡിയായി. ആ സമയത്ത് നമുക്ക് ഫിഷ് ഫ്രൈ ചെയ്യാം. നമ്മുടെ എണ്ണ നല്ല ചൂടായിട്ടുണ്ടല്ലേ? നല്ലപോലെ എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമ്മൾ ഫിഷ് ഇതിനകത്ത് നൈസായിട്ട് ഇറക്കി വെച്ചു. അപ്പോൾ നമ്മുടെ ഫിഷ് റെഡിയായി, കണ്ടോ? നമ്മുടെ ഫിഷ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആയില്ല, ഇനി നമ്മൾ അത് സൈഡിൽ വെച്ചിട്ട് നമ്മൾ അടുത്ത പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യും. എൻ്റെ കുക്കിങ്ങിൽ എൻ്റെ സ്റ്റൈൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇനി വേറൊരു ഓയിൽ എടുക്കത്തില്ല. ഞാൻ ഈ ഓയിൽ, നമ്മൾ വറുത്ത ഓയിൽ തന്നെ, അതൊരു കുറച്ച് ഇതിലേക്ക് ഒഴിക്കും. ഇതിൽ നമ്മൾ കടുക്, ഓയിൽ കീഴായി ഇനി കടുക്. അരച്ച് വെച്ച മസാല നമ്മൾ നല്ല അടിപൊളിയായിട്ട് ഇട്ട് കൊടുക്കും. ഇതിൻ്റെ അകത്താണ് നമ്മൾ ഇനി ഇതിനെ വയറ്റിയെടുക്കുക. നല്ലപോലെ ഈ തേങ്ങ നമ്മൾ കണ്ടോ, ഒരു നല്ല പച്ച ഇതൊക്കെ മാറി, കളറൊക്കെ മാറി ഒരു ഗോൾഡൻ കളറിലേക്ക് വന്നു. ഇനി ആ ഫിഷ് ഇതിലേക്ക് ഇടുക. തേങ്ങയിലൊന്ന് നല്ലപോലെ കവർ ചെയ്ത് ഇനി ഒരു 5-10 മിനിറ്റ് ആ ചെറിയ ചൂടിൽ ആ ഫിഷ് അവിടെ ഇരുന്ന് കഴിയുമ്പോൾ അതെല്ലാം കൂടി ഒന്ന് സെറ്റാവും. അപ്പോൾ നമുക്ക് ഇത് പയ്യെ പ്രസൻറ്റേഷൻ തുടങ്ങാം. ഷെഫിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാളുടെ വിശപ്പിനാണോ അതോ രുചിക്കാണോ ഫസ്റ്റ് പ്രയോറിറ്റി? ഞാൻ എന്നെക്കുറിച്ചാണ് പറയാം. ഇപ്പോൾ എൻ്റെ മുമ്പിൽ വന്നിരുന്ന ആൾക്ക് വിശപ്പ് സഹിക്കാൻ വയ്യാതെ അവരെൻ്റെ മുമ്പിൽ വരും.
ഓക്കെ, അപ്പോൾ എൻ്റെ കയ്യിൽ കിട്ടുന്നത് എന്തിനേയും ഞാൻ അവരുടെ വിശപ്പടക്കാനായി അതിന് ഏറ്റവും ആ നിമിഷം എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും രുചികരമായ രീതിയിൽ കൊടുക്കുക. പക്ഷേ എൻ്റെ മുമ്പിൽ വരുന്ന ഒരാൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ആണ് വരുന്നതെങ്കിൽ, ആ ഭക്ഷണത്തിന് വേണ്ടി അവർ സമയമെടുത്താണ് വരുന്നതെങ്കിൽ അവർക്ക് ഏറ്റവും രുചികരമായ വയറ് നിറയുന്ന ഭക്ഷണം കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ റെസ്പോൺസിബിലിറ്റി. ഇത് ഉറപ്പായിട്ടും രുചിക്ക് ഏറ്റവും മുൻഗണനയും അതിനൊപ്പം വയറ് നിറയ്ക്കുന്നതുമായിരിക്കും. ഒരു രക്ഷയില്ല കേട്ടോ. ഇതിനെപ്പറ്റി പറയാനാണെങ്കിൽ എനിക്ക് സംസാരിക്കാൻ പറ്റില്ല. എനിക്ക് ഇച്ചിരി ചോറ് കിട്ടി കഴിഞ്ഞാൽ ഞാൻ ഇത് ഫുള്ള് കാര്യമാക്കും. അപ്പോൾ നമുക്കിനി അടുത്ത എപ്പിസോഡ് കാണാം അല്ലേ? അത് അടുത്ത എപ്പിസോഡ് കാണാം. ഓക്കെ, ബൈ.